കോഴിക്കോട് 4-അംഗ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി റഹീസിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. സുഹൃത്തായ സിനാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഭവത്തിന് പിന്നിൽ. ഇവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇംതിയാസ് കരീം ചേരുന്ന വിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവം? ഈ തട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നിൽ എന്താണ്? ബന്ധുക്കളൊക്കെ എന്താണ് പറയുന്നത്? മോത്തി, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നടക്കാവ് സെയിൽസ് ടാക്സ് ഓഫീസിന് സമീപം ഇന്ന് പുലർച്ചെയാണ് ഒരു 4-അംഗ സംഘം വന്ന് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടു പോകുന്നത്. വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി റഹീസിനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത്. ഈ 4-അംഗ സംഘത്തിൽ സിനാന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘത്തിൽ ഒരു യുവതിയുമുണ്ട്. ഇതിന് പിന്നിൽ സാമ്പത്തിക തർക്കമാണ് ഈ തട്ടിക്കൊണ്ടു പോകലെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. ഇതിന്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസിലൂടെ ആ CCTV ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർ കാണുകയും ചെയ്തു. അതായത് പുലർച്ചെ ഒരു 4-അംഗ സംഘം നടക്കാവിലെത്തുന്നു. നടക്കാവിലെത്തിയതിനു ശേഷം ഈ റഹീസിനെ ഫോണിൽ വിളിക്കുന്നു. അങ്ങോട്ടേക്ക് ഇവരുടെ തന്നെ സുഹൃത്താണ് റഹീസ് എന്ന് പറയുന്ന ഈ ഇരയായ യുവാവ് റഹീസിനോട് ഇറങ്ങി വരാൻ പറയുന്നു. പിന്നീട് കാറിൽ നിന്ന് ഒരു യുവതി ഇറങ്ങുന്നു. ആ യുവതി റഹീസിനെ കൂട്ടിക്കൊണ്ടുവരികയും ഇന്നോവ കാറിൽ കയറ്റി കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ഇപ്പോൾ പോലീസിൽ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് കോഴിക്കോട് കക്കാടംപൊയിൽ ഭാഗത്തേക്കാണ് തട്ടിക്കൊണ്ടുപോയത് എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നുള്ള പോലീസ് സംഘം ഇപ്പോൾ കക്കാടംപൊയിൽ എത്തിയിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോയ ഈ സംഘത്തെ ഇപ്പോൾ ട്രേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത്. അതോടൊപ്പം തന്നെ നടക്കാവ് പോലീസ് കക്കാടംപൊയിൽ ഭാഗത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ സാമ്പത്തിക തർക്കത്തിന്റെ പിന്നിൽ ഈ സിനാൻ അടക്കമുള്ളവർക്ക് റഹീസ് പണം നൽകാനുണ്ട്. പിന്നീട് അങ്ങനെ ഇവനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യുവതി റഹീസുമായിട്ടുള്ള ബന്ധമുള്ളയാളാണ്. ഈ യുവതിയെ വിളിക്കുകയും യുവതി മുഖേന റഹീസിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാമെന്നതായിരുന്നു പ്ലാൻ. ആ പ്ലാനിലൂടെയാണ് യുവതിയെയും കൊണ്ട് നടക്കാവിലേക്ക് എത്തുന്നത്. അങ്ങനെ യുവതിയെ ഉപയോഗിച്ച് റഹീസിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. ആ കെണിയിൽ പെടുത്തി പിന്നീട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് എന്തായാലും പറയുന്നത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു പക്ഷേ റഹീസിനെയും തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കക്കാടംപൊയിൽ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും മനസ്സിലാക്കുന്നു. മോത്തി, ശരി. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. റഹീസ് എന്നയാളിനെയാണ് സിനാൻ എന്നയാളടക്കമുള്ള 4 പേർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്.